അപ്പോൾ വീട്ടിലേക്ക് പെരുന്തൽമണ്ണക്കിനെ തിരിച്ചു പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും മക്കളും തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക്. ആ സമയം കൊണ്ട് ലാമിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ പോരാൻ. അപ്പോൾ ഇത് ജ്യേഷ്ഠത്തിൻ്റെ മോനും എൻ്റെ 4 മക്കളും എൻ്റെ മൂത്ത മോളെ ചെറിയ കുട്ടിയാണ് കേട്ടോ. ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് പോണത്. അപ്പോൾ എന്തോ ഒരു ഇരുട്ട് കുത്തി മഴയൊക്കെ പെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ സമയം കഴിഞ്ഞപ്പോൾ പിന്നെ ലാമി ഉറങ്ങി. അവൾക്ക് ഉച്ചക്ക് ഉറങ്ങാതുള്ള വരവായിരുന്നില്ല. അങ്ങനെ വീട്ടിലൊക്കെ പോയി വന്നു. വിരുന്നൊക്കെ പോയി വന്നതിന് ശേഷം പിന്നെ നേരെ നോക്കണത് അങ്ങോട്ട് കേട്ടോ. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. നമ്മൾ കിച്ചണിൽ നിന്ന് നോക്കിയുള്ള വ്യൂ ഇതാണേ. ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല മഞ്ഞും ഇരുട്ട് കുത്തി നിൽക്കുക കേട്ടോ. മഴയാണ്. എന്നാൽ കാര്യമായിട്ടുള്ള മഴയൊന്നുമില്ല, പക്ഷെ ചെറുതായിട്ട് നല്ല മൂടി കെട്ടി നിൽക്കുകയാണ്, ഇരുട് പോലാകെ. ഞാൻ എവിടെ പോയി എന്നാലും ആദ്യം നമ്മളെ പാടത്തേക്കൊന്ന് നോക്കി നോക്കൂട്ടോ. എന്തോ ഒരു മനസ്സിനൊരു സുഖമാണ് ഇവിടെ നോക്കിയെന്നാൽ. പക്ഷേ ഇപ്പോൾ ഭയങ്കര ഇരുട്ടായി പോലെ. അപ്പോൾ വിരുന്നൊക്കെ പോയി വന്നപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര ഒരു വിഷമം പോലെ കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്തതാണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോകളൊക്കെ ചെയ്യാം ഇൻഷാ അള്ളാ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പം തന്നെ ചെയ്യണം കേട്ടോ. ഇൻഷാ അള്ളാ ഞാൻ നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മളെപ്പോലുള്ള സാധാരണ ലേഡീസിനൊക്കെ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരുപാട് നല്ല നല്ല സംഭവങ്ങളൊന്നും ചെയ്യാനുള്ളൊരു സാമർഥ്യമൊന്നും ഇല്ല. അപ്പോൾ ചെയ്തിങ്ങനെ പഠിച്ച് വരുന്നേ ഉള്ളൂ. ഇൻഷാ അള്ളാ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണ സമയം കൊണ്ട് മഴയായിട്ടോ. അവിടെ നല്ല മഴ പെയ്യാൻ തുടങ്ങി.